നഴ്സിംഗ് ഡയറക്ടർ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നിരവധി കുട്ടികൾ ചോദിച്ച ഒരു കാര്യമാണ് ജനറൽ നഴ്സിംഗ് അഡ്മിഷൻസ് കേരളത്തിൽ എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയുള്ള ഏതാനും ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ജനറൽ നഴ്സിംഗ് അഥവാ GNM കോഴ്സ് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. നഴ്സിംഗ് കരിയർ രംഗത്തേക്ക് വരാനായിട്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും ഉചിതമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. നഴ്സിംഗ് മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് സയൻസ് ഇതര വിഷയങ്ങളിലൊക്കെ +2 കംപ്ലീറ്റ് ചെയ്ത, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള സ്ട്രീമുകളിലൊക്കെ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കും ഉചിതമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ് കോഴ്സ്. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ സ്കോപ്പുകൾ, അവസരങ്ങളുള്ള ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ്. ജനറൽ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് നഴ്സ് കാറ്റഗറിയിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മാത്രമല്ല, നമ്മളൊരു PSC എക്സാംസ് എഴുതണമെങ്കിലോ അല്ലെങ്കിൽ എബ്രോഡുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുമ്പോൾ അവിടെ ജനറൽ നഴ്സസിനാണെന്നുണ്ടെങ്കിലും അവിടെ വേക്കൻസീസ് ഉണ്ട്. പ്രത്യേകിച്ച് PSCയിലാണെന്നുണ്ടെങ്കിലും ജനറൽ നഴ്സസിനും PSC നഴ്സസിനും ഒരുപോലെ തന്നെ എലിജിബിൾ ആണ്. ഒരേപോലെ തന്നെയാണ് അവർക്ക് സാലറിയും കാര്യങ്ങളും എല്ലാം ലഭിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് BSc നഴ്സസ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് വരുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം MSc നഴ്സിംഗ്, മുന്നോട്ടുള്ള കരിയർ പാത്വേ ഒക്കെ നല്ല രീതിയിൽ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളെ പോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗിനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും അഡ്മിഷൻസ് വെവ്വേറെയായിട്ടാണ് നടത്തപ്പെടുന്നത്. ഗവൺമെന്റ് തലത്തിലുള്ള അഡ്മിഷൻസ് LBS വഴിയാണ് നടത്തുന്നത്. സാധാരണ രീതിയിൽ ഡിഗ്രി പ്രോഗ്രാംസിന്റെ ആണ് ഇപ്പൊ ആപ്ലിക്കേഷൻസ് വിളിച്ചേക്കുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസ് താമസിയാതെ തുടങ്ങുന്നതാണ്. ഏകദേശം 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകൾ ആകെ ഏകദേശം 500-ൽ താഴെ സീറ്റുകളാണ് ഉണ്ടാവുക. ഇവിടെ സംവരണവും എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ സീറ്റ് ഷെയറിംഗ് ഒക്കെ തന്നെ റിസർവേഷൻ ആനുകൂല്യവും എല്ലാം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെന്റിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇവിടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് സെലക്ഷൻസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് എല്ലാ വർഷവും ജനറൽ നഴ്സിംഗ്, അതായത് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിൽ അഡ്മിഷൻസ് നേടുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4000-നടുത്ത് വേക്കൻസീസ് ആണ് പല നഴ്സിംഗ് സ്കൂൾ, പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളുകളൊക്കെ കാണുന്നത്. ഇവിടെയാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് നൽകുന്നത്. അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള സ്ട്രീമുകളുള്ള കുട്ടികൾക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുക. സാധാരണയായിട്ട് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള സ്ട്രീമുകളിൽ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ നേടുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിന് പുറത്തേക്കുള്ള ഓപ്ഷൻസ് നോക്കേണ്ടതായിട്ട് വരിക. ഇപ്പോൾ കേരളത്തിലേക്കുള്ളതാണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കോളേജുമായിട്ട് അല്ലെങ്കിൽ നഴ്സിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും അവരുടെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സെലക്ഷൻസ് നടത്തി അഡ്മിഷൻസ് നേടാനായിട്ട് സാധിക്കുന്നതുമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ +2-ൽ സയൻസ് കഴിഞ്ഞ, ബയോളജി സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള സ്ട്രീമുകളിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് കേരളത്തിന് പുറത്തേക്ക് മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനുള്ള അവസരവുമുണ്ട്. നമ്മൾ കേരളത്തിന് പുറത്ത് പഠിച്ചാലും കേരളത്തിൽ പഠിച്ചാലും ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് ലഭിക്കുക. നമ്മൾക്ക് ഏത് സംസ്ഥാനത്തെ ആണെങ്കിലും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഇക്വലൻസിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഥവാ നിങ്ങൾ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളാണോ, ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് പഠിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്കുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ നിരവധി കോളേജുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നോക്കേണ്ടത് നമ്മൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻസും ബാക്കിയുള്ള അഫിലിയേഷൻസും ഉണ്ടോ, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ അക്കാഡമിക് ഫെസിലിറ്റീസ് നൽകുന്ന കോളേജുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതാനും ചില കോളേജുകളൊക്കെ ആണെങ്കിലും സ്റ്റൈഫൻ സ്കീമിൽ തന്നെ വെറും 1 ലക്ഷം രൂപ മുടക്കി നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോസിബിലിറ്റീസും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ഫീസിലാണെങ്കിലും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റൈഫൻ സ്കീമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുട്ടികൾക്ക്, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അഡ്മിഷൻസ് നേടുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതിയാകും. കൂടാതെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പ് ലെവൽ ആയിട്ടുള്ള പല കോളേജുകളിലേക്കും അഡ്മിഷൻസ് നേടുവാനായിട്ടും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ
സാധാരണ രീതിയിൽ സ്റ്റൈഫൻഡ് ഒന്നുമില്ലാതെ ഭക്ഷണവും താമസവും എല്ലാം ഉൾപ്പെടെ ഏകദേശം 2.5 ലക്ഷം രൂപ പാക്കേജിൽ തന്നെ പല കോളേജുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലോടുകൂടിയ കോളേജുകളൊക്കെ ആണെങ്കിലും ഏകദേശം 2.5-3 ലക്ഷം രൂപ പാക്കേജിൽ, അതായത് ഫുഡും അക്കോമഡേഷനും എല്ലാം ഉൾപ്പെടെ 3 വർഷത്തെ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് കേരളത്തിന് പുറത്തേക്കും അഡ്മിഷൻസ് നേടുവാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജനറൽ നഴ്സിംഗ് അഥവാ GNM എന്നുള്ളത് ഏറ്റവും മികച്ച ഒരു കോഴ്സ് തന്നെയാണ്. കാരണം 3 വർഷം കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി എനിക്ക് അറിയാവുന്ന പല കുട്ടികളും അവർ ജനറൽ നഴ്സിംഗ് 3 വർഷം കഴിഞ്ഞതിന് ശേഷം PSC നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വിതൗട്ട് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അവരുടെ സെയിം ബാച്ചിലുള്ള കുട്ടികൾ BSc നഴ്സിംഗ് 4 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്ക് സെലക്ഷൻ കിട്ടിയ കേസുകളും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു കരിയർ ഷിഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ജനറൽ നഴ്സിംഗ് കോഴ്സ് സെലക്ട് ചെയ്യാം. കൂടാതെ തന്നെ നിരവധി കുട്ടികൾ, അതായത് പാരാമെഡിക്കൽ കോഴ്സുകളും അതുപോലെ മറ്റുള്ള സ്ട്രീമുകൾ, എഞ്ചിനീയറിംഗ് പോലും കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ വരെ ഇപ്പോൾ ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ എടുത്ത് ഈ പറയുന്നത് പോലെ നഴ്സിംഗ് കരിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിന് പുറത്തേക്ക് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ തന്നെ കരിയർ ഷിഫ്റ്റുകൾ നോക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻസ് ആണ് ജനറൽ നഴ്സിംഗ് പഠിക്കുന്നതിലൂടെ ലഭിക്കുക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അവസരങ്ങൾ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. കഴിവതും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും എല്ലാം ഈ കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.